കൂട്ടുകാരെ വിളിച്ച് ബിയറും ഭക്ഷണവും നൽകിയ ശേഷം മയക്കി അവരുടെ തോലുകൊണ്ട് ഡ്രസ്സ് ഉണ്ടാക്കും. മറ്റുള്ള മൃഗങ്ങളുടെ കുട്ടികളെ എടുത്തുകൊണ്ട് ഓടും. കയ്യിലിരിപ്പ് കാരണം പിടിച്ച് എവിടെയെങ്കിലും കെട്ടിയിട്ടാലോ രക്ഷിക്കാൻ വരുന്നവരെ വരെ ഷാപ്പാടാക്കും. അങ്ങനെ വെറൈറ്റി ഹോബികളാണ് ഈ ഓറഞ്ച് പൂച്ചയ്ക്ക്. പലതരം ചെപ്പടി വിദ്യകൾ കൈവശമുള്ള ഈ AI ഓറഞ്ച് പൂച്ചയുടെ വീഡിയോ കാണാത്തവർ വളരെ വിരളമാണ് അല്ലേ? എന്നാൽ രസകരമായി നമ്മൾ കാണുന്ന ഈ ഓറഞ്ച് പൂച്ച അപകടകാരിയാണെന്നാണ് ഇപ്പോൾ കേരള പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. പൂച്ചയുണ്ട് സൂക്ഷിക്കുക എന്ന തലക്കെട്ടോടെ കേരള പോലീസ് ഷെയർ ചെയ്ത പോസ്റ്റിൽ വളരെ സീരിയസ് ആയ ഒരു സംഭവവും വിവരിച്ചിട്ടുണ്ട്. ഒരു സ്കൂൾ കുട്ടിയെ കേന്ദ്രീകരിച്ചാണ് സംഭവം. ക്ലാസ്സിലേക്ക് വരുന്ന ഒരു കുട്ടി എല്ലാ ദിവസവും സഹപാഠികളെ ആക്രമിക്കുന്നു. സഹപാഠികളെ പേനയ്ക്ക് കുത്തി ഉപദ്രവിക്കുന്ന കുട്ടി മറ്റുള്ളവർ കരയുന്നതുവരെ ഈ പ്രവൃത്തി തുടരും. അധ്യാപകരോ മുതിർന്നവരോ വഴക്കു പറഞ്ഞാൽ പോലും ഒരു കൂസലുമില്ല. അങ്ങനെ കുട്ടിയുടെ പ്രവൃത്തിയിൽ സഹികെട്ട അധ്യാപകർ ഒടുവിൽ രക്ഷിതാക്കളെ വിളിച്ച് കാര്യമന്വേഷിച്ചു. കുട്ടിയുടെ പ്രവർത്തികൾക്ക് പിന്നിലെ കാരണം തേടിയപ്പോഴാണ് നിരന്തരമായി ഈ ഓറഞ്ച് പൂച്ചയുടെ വീഡിയോ കാണാറുണ്ടെന്ന വിവരം പുറത്തറിയുന്നത്. ക്രൂരതയും അക്രമ സ്വഭാവവും മുഖമുദ്രയാക്കിയ ഈ ഓറഞ്ച് പൂച്ചയുടെ വീഡിയോകൾ രസകരമായി തോന്നിയാലും വലിയ പ്രശ്നങ്ങൾ കുട്ടികളുടെ ഉൾപ്പെടെയുള്ളവരുടെ സ്വഭാവത്തിൽ ഉണ്ടാക്കിയേക്കാം. സഹജീവികളെ ചതിച്ചു കെണിയിലാക്കി മാരകമായി ആക്രമിച്ചു കൊന്നു തിന്നുന്നതും ഉറ്റ സുഹൃത്തുക്കളെ ഭക്ഷണത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ച് മദ്യം നൽകി മയക്കി കൊല്ലുന്നതുമാണ് ഒട്ടുമിക്ക വീഡിയോകളുടെയും ഉള്ളടക്കം. ഇത് കണ്ട് രസിക്കുന്ന പലരിലും അറിഞ്ഞോ അറിയാതെയോ ഒരു സാഡിസ്റ്റ് മനോഭാവം ഉടലെടുക്കുന്നു. ഇത്തരം വീഡിയോകൾ ചെറുപ്പത്തിൽ തന്നെ അനുകരണ ചിന്ത വളർത്തുവാനും മറ്റുള്ളവരെ ആക്രമിക്കുവാനും ക്രൂരമായ പ്രതികരണങ്ങളിലേക്കും അവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന നാർസിസ്റ്റിക് സ്വഭാവമുള്ളവരായും മാറ്റുമെന്നാണ് കേരള പോലീസ് പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത്. കുട്ടികൾ എന്ത് കാണുന്നുവെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ആപ്പുകളിൽ പാരന്റൽ കൺട്രോൾ ഫീച്ചർ ഇടുകയും കുട്ടികളിലെ പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും രക്ഷിതാക്കൾ അധ്യാപകരെ അറിയിക്കുകയും വേണമെന്നുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവൻ നിങ്ങളുടെ ഫീഡിൽ വന്ന രണ്ടാമതൊന്നും ആലോചിക്കേണ്ട, അങ്ങ് സ്വൈപ്പ് ചെയ്തേക്കും.